എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. നിങ്ങളെല്ലാവരും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു നൊസ്റ്റാൾജിക് റെസിപ്പി ആയിട്ടാണ്. അതായത് നമ്മുടെ വായിലിട്ട് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഇലയട. അപ്പോൾ ഇലയട ഞാൻ ചെയ്തിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസമാണ് റിയലൈസ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് നാൾക്ക് മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്ന റെസിപ്പി ചക്കടയായിരുന്നു. അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ ഇലയട ചെയ്തു എന്നുള്ളതായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചക്കരയുടെ റെസിപ്പി ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൌൺ സമയത്ത് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ചക്കരയുടെ ഫീഡ്ബാക്ക് ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു എല്ലാവരും മിസ്സിങ് ആയിട്ടിരിക്കുന്ന, നാടിനെ മിസ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാൻ നാട്ടിൽ പോകാൻ ഇരിക്കുകയായിരുന്നു. എന്തായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം അറിയാലോ, ഇപ്പൊ നാട്ടിൽ പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. അപ്പൊ എല്ലാം കൊണ്ട് ഒരു ചെറിയൊരു സങ്കടത്തിലൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഇലയട ഉണ്ടാക്കിയത്. അങ്ങനെ സങ്കടത്തിൽ നിന്ന് ഒരു അംശമെങ്കിലും കുറയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നന്നായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നിങ്ങളും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അപ്പോൾ നാടിനെ മിസ് ചെയ്യുന്ന എല്ലാ പ്രവാസികൾക്കും ഞാൻ ഈ ഇലയട വീഡിയോ സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്ന മാങ്ങ അച്ചാർ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് മാങ്ങ കിട്ടിയിട്ടില്ലെങ്കിൽ ഗ്രീൻ ആപ്പിൾ വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആ പോയിന്റ് ഞാൻ വീഡിയോയിൽ പറയാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള സമയം അത്ര ഈസി ആയിട്ടുള്ള ഇലയട തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇലയട ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മാവ് കുഴച്ച് വെക്കണം. അപ്പോൾ ഒരു ബൗൾ എടുക്കുക. അതിലോട്ട് ഒരു ഗ്ലാസ് അരിപ്പൊടി, നല്ല വറുത്തിട്ടുള്ള നൈസായിട്ടുള്ള അരിപ്പൊടി, അതായത് നമ്മൾ അപ്പത്തിന് ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയില്ലേ, അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനിവിടെ ഡബിൾ ഹോസിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നല്ല തിളച്ച വെള്ളം, നല്ല തിളച്ചിരിക്കുന്ന വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ. അല്ലാതെ നമ്മൾ വെള്ളത്തിലോട്ട് പൊടിയിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പൊടിയിലോട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. അതിൽ ഉപ്പിട്ടിട്ടുള്ള വെള്ളമാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് ഉപ്പിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പിടാത്ത വെള്ളം ചേർത്ത് കൊടുത്താലും മതിയാകും. ഞാനിപ്പോൾ അതിലോട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഏത് ഗ്ലാസ്സിലാണോ പൊടി എടുത്തിരിക്കുന്നത് ആ സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് ഞാൻ വെള്ളം വളർന്ന് ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. അടുപ്പിൽ നിന്ന് എടുത്തിരിക്കുന്ന വെള്ളം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും മിക്സ് ആവണം. അപ്പോൾ ഞാനിതിലേക്ക് ഇപ്പോൾ 1.25 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പൊടി അനുസരിച്ച് അത് ശ്രദ്ധിക്കണം. ഇതൊരു 10 മിനിറ്റ് അടച്ചു വെക്കണം. ചൂടൊന്ന് അറിയതിന് ശേഷം വേണം നമുക്ക് പരത്തിയെടുക്കാൻ. ഇനി ഇതിലേക്കുള്ള സ്റ്റഫിങ് റെഡിയാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി എടുക്കുക. അതിലോട്ട് 2 അച്ച് ശർക്കര ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട്. അത് അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയാണ്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന ശർക്കരയുടെ അച്ചിൻ്റെ അളവ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതേപോലത്തെ 2 അച്ചാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ശർക്കര ഇല്ലെങ്കിൽ ഇത് പഞ്ചസാര വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ പഞ്ചസാരയാണെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ തന്നെ പഞ്ചസാര പാനി ആക്കുക. അതിനുശേഷം അതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് തിളക്കട്ടെ ഇത്. അപ്പോൾ നമ്മൾ ശർക്കര നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയുടെ അളവ് ഡിപ്പെൻസ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 9 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് തീ കുറയ്ക്കാം കേട്ടോ. അതിലോട്ട് നമുക്ക് ഇനി ഏലക്ക പൗഡർ, ഞാനിവിടെ ഏലക്ക പൗഡർ ഓൾറെഡി പൊടിച്ച് വെച്ചിട്ടുണ്ട്. പഞ്ചസാര ചേർത്തിട്ട് അതൊരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഏലക്കയുടെ വാസന താല്പര്യം ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് ജീരകമില്ലേ, നല്ല ജീരകത്തിൻ്റെ പൊടി, അതായത് ക്യൂമിൻ പൗഡറോ അല്ലെങ്കിൽ ചുക്ക് പൊടിയോ എന്താണ് നിങ്ങൾക്ക് താല്പര്യം അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. ഒരുപാട് നേരം ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മുടെ ആ തേങ്ങയുടെ ആ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും. ഒരു നുള്ളു ഉപ്പ്, ഒരു നുള്ളെന്ന് പറഞ്ഞാൽ ഒരു നുള്ളു കേട്ടോ, ഓവറാവാൻ പാടില്ല. അതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. നമുക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇത് വളരെ എളുപ്പമാണ് ഇലയട ഉണ്ടാക്കാൻ. ഇല ഉണ്ടെങ്കിൽ പിന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഞാനൊരു പ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പാർച്ച്മെൻറ്റ് പേപ്പറിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി നോക്കിയിട്ട് കൊളായി പോയതാണ്. കാരണം ഞാൻ മറന്നേ പോയി. നമ്മളിത് സ്റ്റീം ചെയ്യുന്ന ഒരു റെസിപ്പി അല്ലേ. അപ്പോൾ സ്റ്റീം ചെയ്യുമ്പോൾ ആ പേപ്പർ ആകെ അങ്ങ് സോഫ്റ്റ് ആയിട്ട് അതങ്ങ് കൊളായി പോയി. അതിൻ്റെ ഇലയില്ലാതെ വേറെ എന്തിലാണ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അലുമിനിയം ഫോയിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ഇപ്പോൾ ഒരുപാട് ഹെൽത്ത് പ്രശ്നങ്ങൾ പറയുന്നുണ്ട് അലുമിനിയം ഫോയിൽ വെച്ച് ചെയ്യുമ്പോൾ. അത് പ്രത്യേകിച്ചും ചൂടാക്കുന്നതൊക്കെ അല്ലേ. അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. പിന്നെ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊരു കമൻറ്റ് ഇടും കേട്ടോ, ഇലയില്ലാത്തവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമല്ലോ. നല്ലൊരു സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു ഫില്ലിംഗ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ശർക്കര ഉപയോഗിക്കാം. ഇതൊരു അത്യാവശ്യം മധുരമുണ്ട്. 2 അച്ചി ശർക്കര എന്ന് പറയുമ്പോൾ ഇതിന് അത്യാവശ്യം മധുരമുണ്ട്. ഓവറായി മധുരമായി കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാൻ വളരെ പാടായിരിക്കും. പാടെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ മതിയാവും എന്നുള്ളൊരു അവസ്ഥയാവും. കുറച്ചധികം കഴിക്കണമെന്നുണ്ടെങ്കിൽ മധുരം കുറവ് തന്നെയാണ് നല്ലത്. അപ്പോൾ നമുക്കിത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ അതെ, നമ്മുടെ മാവ് ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇത് കണ്ടില്ല, ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ ഇരിക്കുന്നത്. കുക്കാവണം. നമ്മുടെ ഈ മാവ് കുക്കാവണം എന്ന് നിർബന്ധമാണ്. ഇത് പച്ചമാവായിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതേപോലെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ചൂടാണ്. അത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് അട ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ പറഞ്ഞ പോലെ ഓരോ മാവനുസരിച്ചും വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരും. നല്ല ചൂടുവെള്ളം ഒഴിക്കണം, അത് പ്രത്യേകിച്ച് മറക്കരുത്. അങ്ങനെ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നേരെ ചൂടുവെള്ളത്തിലോട്ട് പൊടിയിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത്
കുക്ക് ചെയ്തെടുത്ത് മാറ്റി വെച്ചാൽ മതിയാകും. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഓരോ നമ്മൾ ഉരുളി എടുക്കുമ്പോൾ ബാക്കിയുള്ള മാവ് അടച്ചു വയ്ക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിനി ഇലയട ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഇല കട്ട് ചെയ്ത് മീഡിയം സൈസ് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത് വെക്കുക. നന്നായിട്ട് തുടയ്ക്കാൻ മറക്കരുത്, കാരണം ഇതിൽ നല്ലോണം അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് കുറച്ച് മാവ് എടുത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ ബാക്കിയുള്ള മാവ് മൂടി വെക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇതിൽ നമുക്ക് വളരെ കുറച്ച് മാവിൻ്റെ ആവശ്യം വരാറുള്ളൂ. എക്സസ് ആയിട്ടുള്ള മാവ് നമുക്ക് അതിലേക്ക് തിരിച്ചെടുത്ത് വെക്കുകയും വേണം. അപ്പോൾ ഞാൻ ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മുടെ ചക്കട ചെയ്തപ്പോൾ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാലാണ് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വായിൽ അലിഞ്ഞു പോകുന്ന പോലുള്ള അട നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഉരുള നമ്മൾ ഇലയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കൈ ഒന്ന് നനയ്ക്കുക. അടുത്ത് തന്നെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് വെക്കുക, നല്ല വെള്ളം എടുത്ത് വെക്കുക. എന്നിട്ട് ഇതിനെ മാക്സിമം നമുക്ക് പരത്തി കൊടുക്കാം. പരത്തുന്നത് ഭംഗി ഉണ്ടായാലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മളിതിനെ വടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ മാക്സിമം ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞ പോലെ എനിക്ക് പരത്താൻ വലിയ അറിവൊന്നുമില്ല. അപ്പോൾ ഞാനിതിനെ മാക്സിമം ഒന്ന് എല്ലാ ഭാഗത്തേക്ക് എത്തിക്കുന്ന പോലെ അങ്ങ് പരത്തി കൊടുക്കുകയാണ്. അവസാനം ഞാൻ അതിൻ്റെ ട്രിക്ക് കാണിച്ചു തരാം. എൻ്റെ നമ്മുടെ ചക്കട കണ്ടുള്ളവർക്ക് അറിയാൻ പറ്റില്ലേ, നമ്മുടെ ചക്കട ഒരുപാട് പേര് തയ്യാറാക്കി നോക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം മുക്കുക കയ്യിൽ, എന്നിട്ട് ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മാക്സിമം ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും, ഈ ഇലയുടെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ മാവ് കുക്കായിട്ടില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ സ്പ്രെഡ് ചെയ്യാൻ പറ്റില്ല, ഇലയിൽ ഇരിക്കില്ല, ഇലയിൽ ഇങ്ങനെ വിട്ടു പോരും. അതിൻ്റെ അർത്ഥം ഇലയിൽ നിന്ന് വിട്ടു പോന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് നമ്മുടെ മാവ് നന്നായിട്ട് കുക്കായിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് മാവ് നന്നായി കുക്കാവണമെന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ പരത്തിയിട്ടുണ്ട്. ഈ രണ്ട് സൈഡിലേക്ക് മുഴുവനും അറ്റത്തേക്ക് ആക്കണ്ട, ഒരു ഇച്ചിരി ഗ്യാപ്പ് വിടണം. അതുപോലെ തന്നെ ഇവിടെയും കുറച്ച് ഗ്യാപ്പ് ഞാൻ വിടുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ നൈസായിട്ട് അങ്ങ് വടിച്ചെടുക്കാം. അപ്പോൾ അത് വായയിലിട്ട് അലിഞ്ഞു പോകുന്ന തരത്തിൽ അട കിട്ടണമെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതുപോലെ അങ്ങ് പരത്തിയിട്ട് ഉള്ളിൽ ഫില്ലിങ് വെച്ച് അങ്ങ് അടച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ചക്കട ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും വർത്താനൊക്കെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മാക്സിമം ഇങ്ങനെ കൈ വെച്ചിട്ട് കൈയൊന്ന് നനച്ചതിന് ശേഷം എക്സസ് ആയിട്ടുള്ള മാവ് ഇതേപോലെ അങ്ങ് വടിച്ചെടുക്കുക. അങ്ങനെ ചെയ്ത് നോക്കിയവർക്കൊക്കെ നല്ല അഭിപ്രായമായിരുന്നു അല്ലേ ചക്കട ഉണ്ടാക്കിയപ്പോൾ. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ സമയത്ത് ഒരുപാട് പേര് നമ്മുടെ ചക്കട വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇലയട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. കണ്ട എക്സസ് ആയിട്ടുള്ള മാവ് കുറച്ചുണ്ടാവുള്ളൂ, പക്ഷെ അതങ്ങനെ വടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള അട. പ്രത്യേകിച്ചും ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ, അവർ നിങ്ങൾ ഒരുപാടങ്ങ് പുകഴ്ത്തും. അത് ഉറപ്പുള്ളൊരു കാര്യമാണ്, ഞാൻ ഗ്യാരണ്ടി. അങ്ങനെ എല്ലാ സ്ഥലത്തും നമുക്ക് അങ്ങനെ ഒരു വായിലിട്ട് അലിഞ്ഞു പോകുന്ന ഒരു അട കഴിക്കാൻ കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. എന്നിട്ട് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചങ്ങ് എടുത്ത് കൊടുക്കുക. എക്സസൈസിൽ മാവ് നമ്മുടെ മാവിൻ്റെ കൂട്ടത്തിൽ കൂടി ഇട്ട് കൊടുത്താൽ മതിയിട്ട്, അത് കളയൊന്നും വേണ്ട. അപ്പോൾ ഇതേപോലെ അത് വിചാരിച്ചിട്ട് ഒരുപാട് മാവ് എടുക്കാനല്ല ഞാൻ പറയണത്, അത്യാവശ്യം നല്ല നൈസായിട്ട് അങ്ങ് എടുക്കുക. അപ്പോൾ ഈ ഇല നമ്മളിങ്ങനെ തുറക്കുന്ന സമയത്ത് ഇലയുടെ ഓരോ ലൈനും ആ അടയിൽ കാണാൻ പറ്റും നമുക്ക്. ഓക്കെ, അപ്പോൾ ഞാനിത് അത്യാവശ്യം നൈസായിട്ട് വടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഫില്ലിങ് ഒരുപാട് ഫില്ലിങ് വെക്കരുത് കേട്ടോ. ഇത് ഇങ്ങനത്തെ അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് മാത്രം മതി. ലൈറ്റായിട്ട് മധുരം എവിടേക്കോ മതി. ഒരുപാട് മധുരമായി കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ പിള്ളേർക്ക് അധികം മധുരം ഇങ്ങനെ ഇഷ്ടമല്ല. കുറച്ച് മാത്രം, അതായത് 1 ടേബിൾ സ്പൂൺ പോലും ഇല്ല, അത്രയും കുറച്ച് നമുക്ക് ഫില്ലിങ് ഇതിൻ്റെ മിഡിൽ പോർഷനിൽ അങ്ങ് വെച്ച് കൊടുക്കാം. ഈ ഭാഗം അറ്റത്തേക്ക് കിട്ടുന്ന രീതിയിൽ നമുക്കിത് അടച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ഇലയുടെ നമ്മൾ പരത്തിയിട്ടുണ്ട്. ഞാൻ അടുത്തത് ഇതേപോലെ തന്നെ സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യാം കേട്ടോ. വല്ലപ്പോഴും ഇവിടെ ഇല കിട്ടാറുള്ളൂ. ഞാനിങ്ങനെ സൂക്ഷിച്ച് ഇങ്ങനെ എന്താ പറയുക, സ്വർണ്ണം പോലെ സൂക്ഷിച്ച് വയ്ക്കുകയാണ്. ഫ്രിഡ്ജിൽ ഇല എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. 1 മാസം വരെ നമുക്കിത് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഇതേപോലെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കണ്ടോളൂ. ഇല എങ്ങനെയാണ് കുറേ നാളുകൾ ഒട്ടും തന്നെ കേടാവാതെ സൂക്ഷിക്കുക എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ചക്കടയുടെ ലിങ്ക് ഞാൻ തരാം. സെയിം പ്രൊസീജിയർ തന്നെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എല്ലാതും പരത്തിയിട്ടുണ്ട്. 1 കപ്പ് അരിപ്പൊടിയിൽ നിന്ന് എനിക്ക് 7 അടയാണ് ഉണ്ടാക്കാൻ പറ്റിയിരിക്കുന്നത് കേട്ടോ. ഫില്ലിങ് കുറച്ചും കൂടി ബാക്കിയുണ്ട്. അത് ഞാൻ ചക്കട ഉണ്ടാക്കാൻ പോവുകയാണ്. വീക്കെൻഡ് വ്ളോഗിൽ കാണിച്ചിരുന്നില്ലേ ചക്ക കിട്ടിയ കാര്യം. അപ്പോൾ ചക്ക പഴുത്തുണ്ടായിരുന്നു. ഞാൻ 10 ചുള മാറ്റി വെച്ചിട്ടുണ്ട്, കാരണം അവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കട. അപ്പോൾ ആ ഒരു 10 ചുള കൊണ്ട് അത് ഇപ്പോൾ ചക്കട ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് കഴിഞ്ഞിട്ട് മാവൊക്കെ കുഴച്ച് വീണ്ടും ചക്കട ഉണ്ടാക്കണം എനിക്ക്. അപ്പോൾ ഈ അട നമുക്കിനി സ്റ്റീം ചെയ്ത് എടുക്കാം. അപ്പോൾ നമുക്കതിന് വേണ്ടി കണ്ട് സ്റ്റീം ചെയ്യാൻ വെക്കാം. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ നന്നായിട്ട് തിളയ്ക്കട്ടെ. തിള വരുന്ന സമയത്തോടെ നമുക്കിതിലോട്ട് ഈ അട വെച്ച് കൊടുക്കാൻ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് സ്റ്റീമർ ഇല്ലെങ്കിൽ ഒരു വലിയ കടായി എടുക്കുക, അതിൽ വെള്ളം വെക്കുക. എന്നിട്ട് നമ്മുടെ കേക്കൊക്കെ ചെയ്യില്ല, അതുപോലെ തന്നെ അതിൻ്റെ മുകളിലൊരു റിങ് ഇട്ടതിന് ശേഷം ഒരു പാത്രത്തിൽ ഇലയട വെച്ചിട്ട് വെച്ച് സ്റ്റീം ചെയ്തെടുത്താലും മതിയാവും കേട്ടോ. നമ്മുടെ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് സ്റ്റീം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് അട വെച്ച് കൊടുക്കുക. ഞാനൊരു 3 അടയാണ് അറ്റ് എ ടൈം ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ഒരുപാട് ഒന്നിൻ്റെ മേലെ ഒന്നും ഞാൻ വെക്കുന്നില്ല. 10 മിനിറ്റാണ് ഈ ഒരു ബാച്ച് വേവ് ചെയ്യാനിരിക്കുന്ന സമയം. അടച്ചു വെച്ചിട്ട് നമുക്ക് 10 മിനിറ്റോളം ഇത് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഹൈ ഫ്ലെയിമിലാണ് തീ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് തുറക്കാം. നമുക്ക് സൂക്ഷിച്ചെടുക്കണേ, കൈ പൊള്ളാണ്ട് എടുക്കണേ.
ഒരു പ്ലേറ്റിലോട്ട് വെക്കുക. എന്നിട്ട് എപ്പോഴും തുറക്കുമ്പോൾ അതിൻ്റെ ചൂട് കുറച്ച് ആറിയതിന് ശേഷം മാത്രം തുറക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമുക്ക് ശരിക്കും കിട്ടില്ല. അത് വെള്ളം ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. വെള്ളം ഇതിൽ കുറവാന്ന് തോന്നുകയാണെങ്കിൽ വെള്ളം ഉണ്ട് അത്യാവശ്യത്തിന്, അല്ലെങ്കിൽ വെള്ളം ഒഴിക്കണം കേട്ടോ. ഇതൊക്കെ നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ 4 എണ്ണം ഞാൻ ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ബാച്ചും റെഡി ആയിട്ടുണ്ട്. അതായത് മൊത്തത്തിൽ ഇപ്പോൾ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇലയുടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. പതുക്കെ തുറക്കണേ. ഇത്രയും നൈസായിട്ടുള്ള സംഭവമാണ്. അതേപോലെ തന്നെ തിരിച്ച് വയ്ക്കുക. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്യുക. ഇതൊക്കെ ഒരു ആൾക്കൊരു 3-4 എണ്ണമൊക്കെ വേണം കേട്ടോ, നല്ലോണം കഴിച്ചു എന്ന് തോന്നുള്ളൂ. അത്രയും വായിലിട്ട് അലിഞ്ഞു പോകുന്നൊരു അടയാണത്. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ ഉണ്ടായിക്കോളൂ. ഞാനിപ്പോൾ ഒരു ചെറിയൊരു പോർഷൻ കാണിച്ചു തന്നു മാത്രം. കണ്ടോ എന്താ രസം കാണാൻ തന്നെ, സൂപ്പറല്ലേ. ഒരു നൊസ്റ്റാൾജിയാണ്. നാട്ടിലൊക്കെ പോയൊരു ഫീലിംഗ് ആണ് ഇതൊക്കെ ഇതേപോലെ ഇലയടയൊക്കെ ഉണ്ടാക്കുമ്പോൾ. കാരണം ഇലയും ഈ നാടൻ പലഹാരമൊക്കെ ആകുമ്പോൾ ശരിക്കും നാട്ടിലെത്തിയ ഫീലിംഗ്. ശരിക്കും നാട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ നാട്ടിൽ പോകാൻ പറ്റില്ല. ശരിക്കും ഇന്ന് ഞാൻ നാട്ടിൽ പോകേണ്ടതായിരുന്നു, പക്ഷേ എന്താ ചെയ്യാനാ, കൊറോണ കാരണം പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ പോയി കഴിഞ്ഞാലും ക്വാറന്റൈനിലിരിക്കണം. പിന്നെ അമ്മ അച്ഛനും ഏജ്ഡ് ആണ്. അപ്പോൾ അമ്മേൻ്റെ അച്ഛൻ്റെ അടുത്തൊന്നും പോകുന്നത് സേഫ് അല്ല. അവർക്ക് നമ്മൾ ഉപദ്രവം ചെയ്യുന്ന പോലെയാവും. അതുകൊണ്ട് ഇങ്ങനെ കടിച്ച് പിടിച്ച് ഇവിടെ നിൽക്കുകയാണ്. എന്താ ചെയ്യാൻ പറ്റും, എന്ന് കഴിഞ്ഞ് നാട്ടിൽ പോകാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിഷമവും എല്ലാം കൊണ്ടൊരു സുഖമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഇത് എങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയങ്ങളിൽ ഇതേപോലെ അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറേയൊക്കെ ഇങ്ങനെ ഒരു സമാധാനം മനസ്സിന്, നാട്ടിലെത്തിയൊരു ചെറിയൊരു ഫീൽ എവിടെയെങ്കിലുമൊക്കെ കിട്ടും. അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ എന്നെപ്പോലെ നാട്ടിൽ പോകാൻ പറ്റാതിരിക്കുന്ന പ്രവാസികൾക്കായി ഞാനിത് സമർപ്പിക്കുന്നു. അപ്പോൾ ഞാൻ ഫോട്ടോ എല്ലാം എടുത്തതിന് ശേഷം കൊണ്ടുവരാം കേട്ടോ. അതിനുശേഷം നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫോട്ടോ എല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു വായ കഴിച്ച് നോക്കണ്ടേ, അല്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇലയോട് കൂടി ഇങ്ങനെ കട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോഴാണ്, അല്ലെങ്കിൽ എല്ലാം കൂടി ഇങ്ങോട്ട് ആ നാളികേരമൊക്കെ തേങ്ങയൊക്കെ പുറത്തേക്ക് വരും. അപ്പോൾ ഒന്ന് ഇലയോട് കൂടി കട്ട് ചെയ്തിട്ട് പിന്നെ എടുത്താൽ മതി. കണ്ടില്ലേ എത്ര ഡെലിക്കേറ്റ് ആയിട്ടുള്ള സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അടയാണെന്ന് നോക്കൂ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഞാനൊരു വായ കഴിക്കട്ടെ. എനിക്ക് കൊതി കിട്ടുമെന്ന് എനിക്കറിയാം, എന്നാലും പക്ഷേ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതൊരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണേ. അപ്പോൾ ഞാനൊരു വായ കഴിക്കുകയാണേ. മൈ ഗോഡ്, ഇതിന് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് മധുരമില്ല. ഞാൻ വളരെ മീഡിയം മധുരം ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. ഒരുപാട് മധുരം ഉണ്ടെങ്കിൽ ഒരു അട കഴിക്കുമ്പോഴേക്കും നമുക്ക് മട്ടിപ്പോവും. എല്ലാവരും തയ്യാറാക്കി നോക്കുക. നിങ്ങൾ തയ്യാറാക്കുന്നതാണെന്ന് എനിക്കറിയാം, എന്നാലും ഈ രീതി ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമുണ്ടായിരുന്ന ഈസി ആയിട്ടുള്ള മാംഗോ പിക്കിൾ, മാങ്ങാച്ചാർ ഉണ്ടാക്കി നോക്കാനും വീഡിയോ കാണാനും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരോട്ടൊന്ന് ഷെയർ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. എന്തിനാ പാടകള് ഭയങ്കര അനുസരണമുള്ള കോഴികളാണ് കേട്ടാ. കുട്ടികൾക്ക് എന്ത് കഴിച്ചാലും വിശപ്പുണ്ടാവും അല്ലേ. അതിന് കോഴിക്കുട്ടികളുടെ പോലെയാന്ന് പറയാം അല്ലേ. കോഴി നോൺ വെച്ചാ നോൺ വെജാന്നാ ഞാൻ പറഞ്ഞ. മൂത്തിട്ടില്ല അല്ലേ, മൂത്തത് വല്ലതും ഉണ്ടോ? മൂത്തിട്ടില്ല. ശരത്തേട്ടൻ്റെ വീട്ടില് ഇത് മൂത്തിട്ടുണ്ടോ? ഇല്ലല്ലോ.